ആഹാ, ഉമ്മ നേരത്തെ എണീറ്റാ? ആ, ഞാൻ രാവിലെ തന്നെ എണീക്കുമല്ലോ. ഞാൻ 12 മണി വരെ കിടന്ന് എനിക്ക് ശീലമില്ല. ഞാനിവിടെ വന്നതല്ലേ, എനിക്ക് ഇച്ചിരി നേരത്തെ എണീറ്റൂടെ? 12 മണി വരെ കിടന്ന് ഉറക്കമൊക്കെ ആര് ചോദിക്കാൻ, ആര് പറയാൻ? അതുകൊണ്ട് തോന്നിയതുപോലൊക്കെ അല്ലേ ഇവിടുത്തെ ജീവിതം. ഞാൻ ഈ സമയത്തൊന്നും അല്ല എണീക്കുന്നത്. ഇന്ന് പിന്നെ മക്കൾക്കാർക്ക് സ്കൂളിൽ പോകാത്തതുകൊണ്ട് കുറച്ച് കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് കിടന്നതേ, ഉറങ്ങിപ്പോയി. ഇവിടെ ഇരിക്കുന്ന ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം. എനിക്ക് ചായ വേണ്ട, ഞാൻ ചായ ഇട്ട് കുടിച്ചു. എനിക്ക് രാവിലെ എണീറ്റ് തുടങ്ങിയൊരു ചായ വേണം. അല്ല, ഇവിടെ കവർ പാലാണല്ലേ മേടിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ചായക്ക് കുടിച്ചിട്ട് ഒരു സുഖമില്ല. ഇവിടെ എവിടെന്നെങ്കിലും പശുമ്പാലുണ്ടെങ്കിൽ അത് മേടിക്കാൻ ഏർപ്പാടാക്കി വെച്ചു. എനിക്ക് പാൽച്ചായ കുടിച്ച് ശരിയാവത്തില്ല. പശുമ്പാൽ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ തിരക്കാം. നാളെ മുതൽ നോക്കാം നമുക്ക്. അതിനും നോക്കട്ടെ, എന്ത് പറഞ്ഞാലും നോക്കട്ടെ. ആഹാ, ഉമ്മ എപ്പോൾ വന്നു? ആ, ഞാൻ ഇന്നലെ വൈകിട്ട് വന്നു. നീ ഏതാ? നീ എവിടുത്തെയാ? ഞാൻ അപ്പുറത്ത് താമസിക്കുന്നത്, ഈ വീടിൻ്റെ അപ്പുറത്ത്, 2 വീടിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. നെജിയില്ലേ? അവൾ അടുക്കളയിൽ കാണും. എന്താണിപ്പോൾ ഇത്ര അത്യാവശ്യം രാവിലെ തന്നെ? ആ, എന്താടി? എടി, എനിക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര താ, ഞാൻ പിന്നെ മേടിച്ചിട്ട് അങ്ങ് തരാം. ഇന്നലെ ഇക്കായി വിളിച്ച് പറഞ്ഞതാണ് പഞ്ചസാരയ്ക്ക്. ഇന്നലെ രാത്രി വന്നപ്പോൾ ഇല്ല, മഴയൊക്കെ ഇല്ലായിരുന്നോ, അതുകൊണ്ട് പിന്നെ കടയിലൊന്നും കയറിയില്ല. പെട്ടെന്ന് ഈ വീട്ടിലോട്ട് ഇങ്ങ് പോരുന്നു. പിന്നെ ആൾ വെളുപ്പിനെ അങ്ങ് പോവുകയും ചെയ്തു. ഉള്ള പഞ്ചസാര ഇട്ടിട്ട് ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കൊടുത്തേക്കായി. ഇപ്പോൾ രാവിലെ ചായ ഇടാൻ നോക്കിയപ്പോൾ പഞ്ചസാര ഒട്ടുമില്ല. അവനാണെങ്കിൽ നല്ല ഉറക്കുന്നു. സ്കൂളിലും പഠിത്തം ഇല്ലാത്തതുകൊണ്ട് വിളിച്ച് കുഴഞ്ഞ്. അവൻ എണീറ്റട്ടെ, ഞാൻ മേടിച്ചു തരാം. ഇപ്പം എത്തേക്ക് എനിക്കൊരു ഗ്ലാസ് പഞ്ചസാര താ. ആ, ഇപ്പം കൊണ്ടുതരാടി. നിൻ്റെ കെട്ടിന് എന്തോ ജോലി? അവൻ സാധനമൊന്നും മേടിച്ചോണ്ട് വരത്തില്ലേ? ആ, ഒരു പച്ചക്കറിക്കടയിൽ നിൽക്കുക. സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ എന്നെ സാധനത്തിന് വിളിച്ച് പറഞ്ഞതാ. മഴയായതുകൊണ്ട് സാധനം മേടിക്കാൻ പറ്റിയില്ല. നന്ദി. ഞാനേ മേടിച്ചിട്ട് കൊടുത്തു വിടാം മോൻ്റെ കയ്യിൽ. മേടിച്ചിട്ട് നീ കൊണ്ടുപോ. നീ കൊണ്ടുതരണമല്ലോ ഞാൻ ഇവിടെ ചായ ഇടാനായിട്ട്. അതെന്താണ് വേണ്ടാന്ന് വെക്കുന്നത്? നീ അവൾക്ക് അങ്ങോട്ട് തൽക്കാലത്തേക്ക് കൊടുക്കുമല്ലേ? അവൾ മേടിച്ച് തരുമല്ലോ. അത് മേടിച്ച് തിരിച്ച് പാത്രത്തിലിരുന്നത് കിടക്കത്തില്ലേ പഞ്ചസാര? അത് കൊള്ളാം. നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഇതെൻ്റെ മോനെ കഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് അവൾക്ക് വല്ല ദീനമൊന്നും കാണത്തില്ല. പറയുമ്പം അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും പിറക്കി കൊടുക്കാമല്ലോ. ദേ, നീ പഞ്ചസാര മേടിച്ചു കഴിഞ്ഞാലേ ഉടനെ തന്നെ കൊണ്ട് കൊടുത്തേക്കണം. പിന്നത്തേക്ക് ആക്കരുത്. ഒരു സാധനം കൊടുത്താലേ തിരിച്ച് മേടിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ കൊടുക്കരുത്. ആർക്കറിയാം, ഇതുപോലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്, എല്ലാവർക്കും കൊടുത്ത്. അല്ല, എന്നാണ് നിൻ്റെ ചേട്ടത്തിയുടെ മോടെ കല്യാണം? ഇങ്ങനെ ആരോ പറയുന്നത് കേട്ട്. അത് അടുത്ത മാസമാ. എന്താ? എന്തായാലും നിൻ്റെ ചേട്ടത്തിയുടെ മോള് കൊള്ളാം. പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. അല്ലേലും കുടുംബ പാരമ്പര്യമാണല്ലോ. അവിടുത്തെ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ, പുളിങ്കൊമ്പിലേ കയറി പിടിക്കത്തുള്ളൂ. പിന്നെ അങ്ങ് ആ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവരെ കഴിഞ്ഞ ആരുമില്ല. പെറ്റിട്ടപ്പോഴേ സ്വർണ്ണക്കൊട്ടയിലിട്ടുള്ള പെരുമാറ്റമാണ് പിന്നെ കാണിച്ചു തുടങ്ങുന്നതൊക്കെ. അല്ല, ഇനി നിങ്ങളെന്തുവാണാവോ വാരിക്കോരി കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ അടുത്തൊന്നും പറയില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുക. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല അമ്മ, എന്ത് കൊടുക്കണമെന്നൊക്കെ. എന്തെങ്കിലും ചെയ്യണം. എല്ലാവരും ഓരോന്നിങ്ങനെ ഏറ്റിട്ടുണ്ട്. പിന്നെ പാപ്പയില്ലാത്ത കൊച്ചല്ലേ, അപ്പം അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം. ഇക്കടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും തീരുമാനിച്ചിട്ടില്ല. വാപ്പയില്ലാത്ത പേര് പറയണ്ട. വാപ്പയില്ലാത്തവർക്ക് പ്രേമിക്കാൻ അറിയാമായിരുന്നോ? പ്രേമിച്ചെടുത്തില്ല ഒരുത്തനെ കറക്കി. ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ദേ, എൻ്റെ മോനെ മുച്ചൂടെ നീ മുടിപ്പിക്കല്ലേ. അവനും കൂടെ താങ്ങാൻ പറ്റുന്ന രീതിയിലേ കൊടുക്കാവുള്ളൂ. ഇവിടുത്തെ പിള്ളേരെന്തേ? ഇന്നലെ ഞാൻ വന്നപ്പം പോലെ ശ്രദ്ധിക്കുക,
നമ്മളെ കണ്ടൊരു സ്നേഹവും ഇല്ല, വന്ന് നമ്മുടെ അടുത്തിരിക്കത്തുമില്ല, വർത്താനം പറയത്തില്ല. എപ്പോൾ നോക്കിയാലും ഇവിടുത്തെ പിള്ളേർ കടന്തൽ കുത്തിയതുപോലെ. ഇന്ന് നേരെ വെളുത്തപ്പം പോലെ ഞാൻ അവരാരും കാണുന്നില്ല. ഇതൊക്കെ എന്തേ? അല്ല, പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഞാൻ വരുമ്പം പിള്ളേരുടെ അടുത്തുനിന്ന് എൻ്റെ അടുത്ത് മിണ്ടരുതെന്നോ ഇരിക്കരുതെന്നോ എന്നൊക്കെ പറഞ്ഞായിരിക്കും. അല്ലാതെ എന്ത് പറയാനും, തള്ളയെപ്പോലെ തന്നെയാണല്ലോ മക്കളും. നമ്മളെ ഒന്നും കണ്ടിട്ട് ഒരു വില പോലുമില്ല. പിന്നെയും നമ്മൾ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരും. എൻ്റെ ഉമ്മ, അങ്ങനെയൊന്നുമില്ല പിള്ളേർക്ക്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവരങ്ങനെയൊക്കെ തന്നെ. അവരുടെ കാര്യങ്ങൾ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അവർ റൂമിൽ തന്നെ കാണും. അവർ ഫോണിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയോ പഠിക്കാനോ വല്ല എഴുതാനോ ഒക്കെ കാണും. വീട്ടിലുള്ളപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇളയവനാണെങ്കിൽ പിന്നെ നേരം വെളുത്തുക ഞാനും ഇവിടുന്ന് ഇറങ്ങിപ്പോവും. സ്കൂളില്ലെങ്കിൽ വൈകുന്നേരം വന്നെന്ന് പറയാം. വല്ല കഴിക്കാനും പോലും വേണ്ട, അയ്യത്ത് കടന്ന് ഫുട്ബോൾ കളിയാവാൻ. അല്ലാതെ ഉമ്മ വന്നുകൊണ്ടൊന്നുമല്ല. ഉമ്മ ഈ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. ആ, ഞാൻ വാട്സപ്പിൽ കുറച്ച് സാധനത്തിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് അത്യാവശ്യമുള്ളതൊക്കെ തന്നെയാണ്. അതൊക്കെ അത്രയും. വൈകുന്നേരത്തുള്ളിൽ എത്തിച്ചാൽ മതി. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. ഗൂഗിൾ പേ ചെയ്യാം. ആ വേണ്ട, വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഞാൻ വാട്സപ്പിൽ അയച്ച ലിസ്റ്റ് പ്രകാരം എല്ലാ സാധനങ്ങളും മതി. ഓ ശരി എന്നാൽ. ഏ പൈസയുടെ അതും കൂടെ അയച്ചോ, ഞാനിപ്പോൾ തന്നെ അങ്ങ് അയച്ചു തരാം. ശരി എന്നാൽ. അല്ല, എന്താണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പറഞ്ഞത്? ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് പലചരക്ക് സാധനങ്ങളെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ കടയാണ്. നമ്മളിവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് കൊണ്ടെത്തിച്ചേരും. പൈസയും അങ്ങ് കൊടുത്താൽ മതി. പഴയതുപോലെ അവിടെ ചെന്ന് കാത്ത് കെട്ടി നിൽക്കുകയും മേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങളും അതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ സാധനം വീട്ടിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ കുറച്ച് സാധനം വേണമായിരുന്നു, അത് പറയുമായിരുന്നു. ഓ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ ചെയ്തതാണല്ലേ. കടയിൽ പോയി മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് അങ്ങ് ഫോൺ ചെയ്ത് അങ്ങ് പറയും. ഫോണിൽ കൂടെ പൈസ കൊടുക്കലും എല്ലാം കൊണ്ട് സുഖമാണല്ലോ. എന്തിനാണ് ഇതുമാത്രം സാധനങ്ങളൊക്കെ മേടിക്കുന്നത് നീ? നിൻ്റെ വീട്ടിലൂടെ കൊടുത്തു വിടാനാണോ? എൻ്റെ മോൻ്റെ വീതി. ഇവിടത്തേക്കും നിൻ്റെ വീട്ടിലേക്കും ഒക്കെ സാധനങ്ങൾ എൻ്റെ മോനാണല്ലോ മേടിച്ചു കൊടുക്കുന്നത്. തലവിധിയല്ലാതെ. അല്ലെങ്കിലും പണമില്ലാത്തവരുടെ വീട്ടിൽ നിന്നൊക്കെ പെണ്ണെടുത്താൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പെണ്ണിനെ നോക്കണം, പെണ്ണിൻ്റെ വീട്ടുകാരെ നോക്കണം. ഇനിയെങ്കിലും ഉമ്മക്ക് നിർത്തിക്കൂടെ അമ്മ? കല്യാണം കഴിഞ്ഞ് അന്ന നാൾ മൂലം കേൾക്കുന്നേ പണമില്ലാത്ത വീട്ടിൽ നിന്ന് വേണ്ട, പണമില്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്നേന്ന്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഉമ്മയുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്. അന്ന് പണമില്ലെന്ന് അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാ നിങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിച്ചത്? എൻ്റെ വീട്ടുകാർ കഴിയുന്നത് ഉമ്മയുടെ മോൻ സമ്പാദിക്കുന്ന പണം കൊണ്ടൊന്നല്ല എൻ്റെ വീട്ടുകാർ കഴിയുന്നത്. എൻ്റെ വാപ്പ അധ്വാനിച്ച് തന്നെയാണ് എൻ്റെ വീട്ടിലെ ആൾക്കാർ കഴിയുന്നത് തന്നെ. അല്ലാതെ ഉമ്മയുടെ മോനും അവിടെ കൊടുത്തിട്ടൊന്നുമല്ല. ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണ്. അത് എല്ലാ ദിവസവും മേടിക്കുകയല്ല, മാസത്തിലാണ് മേടിക്കുന്നത്. 2 മാസം ഇരിക്കലാണ് ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കുന്നത്. ഞാനും എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് തൂത്തടിച്ചൊന്നും കഴിയുന്നൊന്നുമില്ല. മക്കളുടെ പേരിലും ഉമ്മ വരുമ്പോൾ ആകപ്പാട് വല്ലപ്പോഴൊക്കെ ഉമ്മ 2 ദിവസം അവിടെ നിൽക്കാൻ വരുന്നതാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ഉമ്മ സന്തോഷമായിട്ട് ഉമ്മ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ വീട് മാറിപ്പോയത് അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥതയും സമാധാനം ഉമ്മ തരുന്നില്ല. ഉമ്മയുടെ മോൻ എടുത്ത തീരുമാനമാണ്, അല്ലാതെ ഞാനല്ല ഉമ്മയുടെ മോനെ വിളിച്ചോണ്ട് ഇവിടെ വന്നത്. പിന്നെ ആ വീടിനത് ഒരുപാട് അവകാശികളുണ്ടായിരുന്നു. ഇളയ മോനിക്കുള്ള വീടാണെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞതല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ മാറി വീട് വെച്ച് താമസിക്കുന്നു. ഒന്നിനും ഞങ്ങൾ വരുന്നില്ലല്ലോ. പിന്നെ ഉമ്മ ഇങ്ങനെ വന്നിട്ട് ഉമ്മ സന്തോഷമായിട്ട് 2 ദിവസം നിൽക്കാൻ വരുമ്പോൾ അതേപോലെ ഉമ്മക്ക് നിൽക്കാൻ വയ്യ. ഈ വരുന്ന നാട്ടുകാരോട് പോലും ഉമ്മക്ക് ശത്രുക്കളാക്കി കഴിയുക. ഇന്ന് രാവിലെ അവൾ വന്നപ്പം അവിടുത്തെ കാണിച്ചത് വളരെ മോശമായി പോയിട്ടുണ്ട്. അത് ഞാനല്ല താന്നു പോകുന്നത്, ഉമ്മയാണ് അവിടെ താന്നു പോകുന്നത്. എനിക്കൊന്നും പറയാനില്ല. ഉമ്മയുടെ സ്റ്റാൻഡിൽ തന്നെ ഉമ്മ എപ്പോഴും നിന്നോ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങളുടെ ഉമ്മ ഇങ്ങോട്ട് വന്നത്. പഴയതുപോലെ തന്നെ ഇവിടെ കുറ്റവും കുറവും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നൊന്നുമില്ല. പിന്നെ
പഴയതുപോലെ ഒന്നും ഞാൻ കേട്ട് നിൽക്കുമെന്നും വിചാരിക്കുകയും വേണ്ട. നല്ല മറുപടി ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. ഇങ്ങോട്ടും മര്യാദയാണെങ്കിൽ അങ്ങോട്ടും മര്യാദ കാണിക്കും. അതല്ല, എന്നോട് എങ്ങനെയാണോ തിരിച്ച് കാണിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ഞാൻ എന്ത് തെറ്റിയതട്ടാ? കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഞാൻ കേൾക്കുക എന്നെയും എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നത്. ദേ ഇങ്ങനെ പോയാലുണ്ടല്ലോ, ഞാൻ വല്ല കേസ് വല്ലതും കൊണ്ട് കൊടുക്കും. ഞാൻ നോക്കിക്കോണം. വീട്ടിൽ വന്ന് കയറിയിട്ട് ഞാൻ എത്ര സ്നേഹത്തോടെ കാണിച്ചാലും തിരിച്ച് കാണിക്കുന്നത് വേറെ രീതിയിലും. പോരാത്തിന് മക്കളെയും കൂടെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഇനി ഞാനൊന്നും പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അതുകൊണ്ട് ഇനി വല്ല സാമർത്ഥ്യം എടുത്താൽ ഞാൻ പോലീസിന് പരാതി കൊടുക്കും. ഇവിടെ ഉണ്ട്. ശരി. ഇനി പഴയതുപോലെ ഇവിടുത്തെ ഇനി പോരൊന്നും നടക്കത്തൊന്നുമില്ല. ഞാനെന്തിനാണ് എൻ്റെ തടി കേടാക്കുന്നത്? 2 ദിവസം നിൽക്കാൻ പറഞ്ഞു വന്നേ. ഇനി പഴയതുപോലെ പറ്റത്തില്ല. ഇപ്പോൾ ഇവക്ക് നാക്കും എല്ലാം വെച്ചിട്ടുണ്ട്. ഞാനേ ഇവിടുന്ന് സ്ഥലം വിടുന്നേ നല്ലത്. വെറുതെ എൻ്റെ തടി കേടാക്കണ്ട. എന്തെങ്കിലുമൊക്കെ